ഡിയർ ഓൾ, നമ്മൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ 1ൻ്റെ ഒരു ബ്രീഫ് സമ്മറി എന്നുള്ളതാണ്. സോ ആസ് വി സി ദ മൊഡ്യൂൾ 1ലെ കണ്ടൻസ് എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കൽ കണ്ടൻസ് ആണ് കമ്പയർഡ് ടു ദി അതർ മൊഡ്യൂൾസ്. സോ നമുക്കറിയാം ഫസ്റ്റ് ടോപ്പിക് വരുന്നത് എല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് കമ്പയർ ക്ലൈമറ്റ് ആൻഡ് വെതർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. മെറ്റീരിയോളജി ആൻഡ് ക്ലൈമറ്റോളജി കമ്പാരിസൺ എക്സ്പെക്ട് ചെയ്യാം. Composition and structure of atmosphere, that is the first half of a module. Then later on when the factors influencing climate, university question aanu. There are 7 factors: insolation, temperature, humidity, pressure, wind, precipitation and topography. Okay, അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് climate and weather, then meteorology and climatology, composition and structure of atmosphere ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 14 മാർക്സിന് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതർ 14 മാർക്സ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറായിട്ടായിരിക്കും റിമൈനിങ് പോർഷനിലെ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നുണ്ടാവുക. സോ അതിൽ വരുന്നത് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി, ലാപ്സ് റേറ്റ്, ഇൻവേർഷൻസ്, ടൈപ്സ് ഓഫ് ഇൻവേർഷൻസ്, സൈക്ലോൺസ്, ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഈ മൊഡ്യൂളിൽ വരുന്നത്. സോ ബിഫോർ പ്രൊസീഡിങ് ടു ദി സബ്ജക്റ്റ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ആസ് വി നോ അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലേ, ദ ഗ്ലോബലി വി ആർ ബിഹൈൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളൊരു 17 ഗോൾസിനെ എയിം ചെയ്തിട്ടാണ് നമ്മുടെ വേൾഡ് വൈഡ് നേഷൻസ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആസ് വി സി കണ്ടോ 13ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർ ഓൾ ദി നേഷൻസ് ഗ്രൂം ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അവർ സബ്ജക്റ്റ് ഈസ് കമ്മിങ് അണ്ടർ SDG 13 which is a universal goal. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ഗോളായിട്ടുള്ള കാര്യമാണ്. നൗ ദ കണ്ടൻസ് ഓഫ് മൊഡ്യൂൾ 1 ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സിലബസിൽ പറഞ്ഞ അതേ കാര്യം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റിലെ കമ്പാരിസൺ ആണ്. നമുക്കറിയാമല്ലോ, വെതർ എന്ന് പറയുന്നത് ഷോർട്ട് കണ്ടീഷൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, വെതർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ കണ്ടീഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ പെർസിസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. മിനിറ്റിലോ അവറിലോ അല്ലെങ്കിൽ ഡേയിലൊക്കെ എക്സ്പ്രസ് ചെയ്യാവുന്ന, മൊബൈലിലൊക്കെ നമുക്ക് അലേർട്ട് വരുന്നത് വെതർ എന്നുള്ള രീതിയിലാണ്. സോ യു ഹാവ് ടു എക്സ്പ്ലിസിറ്റ്ലി കൺവേ ഇറ്റ് ഈസ് ദി കണ്ടീഷൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇപ്പോൾ സാറ്റർഡേ വെതർ ആണെങ്കിൽ സൺഡേ എങ്ങനെയായിരിക്കാം. സോ ദാറ്റ് ഈസ് വെതർ. ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ദി ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഓവർ എ ലോങ് സ്പേസ് എക്സ്പ്രസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so it will be averaging the weather conditions for a long term. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളത് എന്താണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല മാസങ്ങളിലുള്ള ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് ദി ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. ഇതെന്താണ്? ജസ്റ്റ് ഒരു ഡേ ഒരു അവർ ബേസിസിൽ ചേഞ്ച് ചെയ്യുന്നത് വെതറാണ് അല്ലേ. അപ്പോൾ ഇത് പഠിക്കണം. ഇത് ഈ സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് വെതർ എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് എങ്കിലും മിനിമം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെതർ. വെതർ അറിയേണ്ട കാര്യം എന്താ? നമ്മുടെ ഡെയിലി യാത്രകൾ അല്ലെങ്കിൽ ഡെയിലി ട്രാൻസ്പോർട്ടേഷൻസ്, ഡെയിലി സേഫ്റ്റി, കമ്മ്യൂണിക്കേഷൻ, അവർ എമർജൻസി പ്രോഗ്രാംസ്, ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ വെതർ എന്താണെന്നുള്ളത് അറിയണം അല്ലേ. അപ്പോൾ അതാണ് വെതറിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെയിൻ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓവർ ദി long period of time. Okay, so it could be measured by averaging the or summing up the weather elements for a for certain instincts of time. അപ്പോൾ അത് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. നൗ നമ്മൾക്ക് പറയാവുന്ന എക്സാമ്പിൾ ക്ലൈമറ്റ്, ഇന്ത്യയുടെ ക്ലൈമറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ആഫ്രിക്കയിലെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് ദി വാട്ട് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ, നോട്ട് വെതർ അല്ല, ക്ലൈമറ്റിൻ്റെ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോ ക്ലൈമറ്റ് അറിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഫുഡ്, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അഗ്രികൾച്ചർ, ക്ലോത്തിൻ്റെ ഒരു സിന്തസിസ് അല്ലേ. ക്ലോത്തൊക്കെ കോട്ടൺ എന്നൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ
കൾട്ടിവേഷനും കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദി ക്ലൈമറ്റ്, എപ്പോഴാണ് മഴ പെയ്യുന്നത്, എപ്പോഴാണ് വേനൽക്കാലം, ഇതൊക്കെ പ്രോപ്പറായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് ക്ലൈമറ്റും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ക്ലൈമറ്റിൻ്റെ കാര്യം കേട്ടോ. ദെൻ മെറ്റീരിയോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, വെതറിനെ പറ്റി പഠിക്കുന്ന സയൻസിനെയാണ് മെറ്റീരിയോളജി എന്ന് പറയുന്നത്. സ്ലൈഡിൽ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ട്, നോട്ട് ചെയ്യാം. മേ ബി ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയേണ്ടത്, മെറ്റീരിയോളജി വെതറിൻ്റെ സ്റ്റഡിയാണ്, ഇൻക്ലൂഡിങ് ദി ടെമ്പറേച്ചർ, എയർ പ്രഷർ, കെമിക്കൽ കോമ്പോസിഷൻ, അവക കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ മെറ്റീരിയോളജി എന്ന് പറയുന്നത്. ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് എന്നുള്ളത് പറയാം. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലോബലായിട്ട് വരുന്ന ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇൻഡിക്കേറ്റഡ് ആവുന്നുണ്ട്. ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോൾ എന്താ ഒരു ഒരു വലിയൊരു സ്പേസിലേക്ക് നമ്മൾക്ക് പറയാലോ അല്ലേ. വെതർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ആ ഡിസ്ട്രിക്റ്റിലെ വെതർ അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൺട്രിയിലെ അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റലായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് വെതറിനെ ക്ലൈമറ്റിനെ പറയാം. അപ്പോൾ അത് നോട്ട് ചെയ്യുക. then അടുത്ത ഇത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ, ക്ലൈമറ്റോളജി ആൻഡ് മെറ്റീരിയോളജി. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിനെയും വെതറിനെയും ക്ലൈമറ്റോളജി ആൻഡ് മെറ്റീരിയോളജി എന്താ നമുക്ക് മനസ്സിലായി. ക്ലൈമറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ക്ലൈമറ്റോളജി, മെറ്റീരിയോളജി എന്ന് പറയുമ്പോൾ വെതറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദീസ് പാരാമീറ്റേഴ്സ് could you express climatology and meteorology അല്ലേ. എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? ക്ലൈമറ്റിൻ്റെ സ്റ്റഡി ലോങ് ടേം ആണെങ്കിൽ ക്ലൈമറ്റോളജി, ഷോർട്ട് ടേം ആണെങ്കിൽ വെതറിനെ പറ്റി പഠിക്കുന്നതാണെങ്കിൽ മെറ്റീരിയോളജി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡും കൂടി പഠിക്കാം. ദെൻ ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോൾ ഓവർ ദ ലോങ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ദ പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. പാസ്റ്റിലെ കാര്യങ്ങളും കൂടിയും സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ക്ലൈമറ്റിനെ പറ്റി അസസ് ചെയ്യുക. മെറ്റീരിയോളജി എന്ന് പറയുമ്പോൾ വെതർ ഫോർകാസ്റ്റ് അങ്ങനെയല്ലേ നമ്മൾ പറയുക, ആ രീതിയിലെടുക്കുക. പ്രസൻ്റ് ആയിട്ടുള്ള വെതറിനെയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രഡിക്ഷനും നമ്മൾ ചെയ്യുമ്പോഴാണ് അത് മെറ്റീരിയോളജി ആവുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലോങ് ആയിട്ടുള്ളതാണെങ്കിൽ ലോങ് ഫിനോമിന ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആണെങ്കിൽ ക്ലൈമറ്റോളജി, ഷോർട്ട് ടേം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അല്ലേ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യുന്നതാണ് വെതർ, അതിൻ്റെ സ്റ്റഡിയാണ് മെറ്റീരിയോളജി. ഓക്കെ, ദെൻ ഈ ഒരു പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് യു കുഡ് ഡിസ്റ്റിങ്വിഷ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ യു കുഡ് ഡിസ്റ്റിങ്വിഷ് ക്ലൈമറ്റോളജി ആൻഡ് മെറ്റീരിയോളജി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് വരുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലൈമറ്റൊക്കെ വരാൻ കാരണം, ഭൂമിയിലെ ക്ലൈമറ്റൊക്കെ വരാൻ കാരണം അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. സോ നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഘടനയും കാര്യങ്ങളും പഠിക്കണം. അറ്റ്മോസ്ഫിയറിൻ്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താ, ലെയർ ഓഫ് എയർ അല്ലേ, അതിനെയല്ലേ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ താഴെയാണ് നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു സ്ഥലത്താണ് എയറിൻ്റെ കോൺസെൻട്രേഷനും എയറിൻ്റെ പ്രഷറും എയർ കണ്ടൻറ്റും കൂടുതലുള്ളത്. മേലിലേക്ക് പോകുന്തോറും എയറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരും. ട്രോപ്പോസ്ഫിയറിൻ്റെ മേളിലെത്തുമ്പോൾ എയർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ എയർ പ്രഷർ കുറവായിരിക്കും. അതാണ് ഉയരം കൂടുന്തോറും എയർ പ്രഷർ കുറയുക എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് നോക്കി കാണാൻ കണ്ടോ, ഇവിടെ വൈ ആക്സിസിൽ കിലോമീറ്ററും എക്സ് ആക്സിലും പ്രഷറുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 36 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈറ്റിലെത്തുമ്പോൾ പ്രഷർ കുറയുന്ന കണ്ടില്ലേ, കണ്ടോ പ്രഷർ ഇത്രയേ ഉള്ളൂ, 0 കണ്ടോ 100 മെഗാ എത്രയേ വരുന്നുള്ളൂ പ്രഷർ വരുന്നത്. ഓക്കെ, എം ബി എ വരുന്നുള്ളൂ. ബാറിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, മില്ലി ബാറൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് അത്രയാണ് വരുന്നത്. ഇനി കണ്ടോ ഹൈറ്റ് ഇവിടെ എത്തുമ്പോൾ എത്രയാണ് വരുന്നത്, കണ്ടോ ഹൈറ്റ് ഇവിടെ 2 കിലോമീറ്റർ ഹൈറ്റിലൊക്കെ എത്തുമ്പോൾ യു കുഡ് സി പ്രഷർ ഭയങ്കര കൂടുതലാണ്. 1000 MB ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 0 1 അറ്റ്മോസ്ഫിയറിക് ബാർ അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയറിക് ബാർ ഈസ് ഈക്വൽ ടു 1000 MB എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക കേട്ടോ. അവിടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലെയർ ഓഫ് ഗ്യാസസ് ഉണ്ടായിരിക്കും. ആ ഗ്യാസസ് എല്ലാം കാരണമാണ് അറ്റ്മോസ്ഫിയറിൽ എർത്തിൽ ലൈഫ് ഉള്ളത്. നോ എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആ ലെയർ എർത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ എന്തിനാണ്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്
the നല്ല good rays, പിന്നെ solar radiation is coming to the earth. The function of the atmosphere is to pass the good radiations into the earth's surface and to transmit radiate the bad harmful ultraviolet rays uh, away from the earth. ഓക്കെ, അപ്പോൾ അതിനാണ് അത് ഓസോൺ ലെയറൊക്കെ അറ്റ്മോസ്ഫിയറിലാണുള്ളത്. ആ കാര്യങ്ങളൊക്കെ പറയണം. ദെൻ അഗെയിൻ കുറച്ചധികം പോയിൻറ്റ്സ് വരുന്നത്. നൗ നമുക്ക് ടോട്ടലായിട്ട് വരുന്ന എല്ലാ ഗ്യാസസിലും 97% ട്രോപ്പോസ്ഫിയറിലാണ്. ലോവർ 29 കിലോമീറ്റർ മീൻസ് ട്രോപ്പോസ്ഫിയറിലാണ് 97% എയറും ഉള്ളത്. ഈ എയർ കളർലെസ്സും ഓർഡർലെസ്സും ടേസ്റ്റ്ലെസ്സും ഒക്കെ ആണെങ്കിലും എയർ കാരണമാണ് നമുക്ക് എയറിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ കാരണമാണ് നമുക്ക് നമ്മുടെ എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് നമുക്ക് പറയണം. ദെൻ ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താ ഈ 97% അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസും ട്രോപ്പോസ്ഫിയറിലാണ് ഉള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിലെ 99% നൈട്രോജനും ഓക്സിജനും ആണ്. ഓക്കെ, അതിലെ 99% നൈട്രോജൻ ഓക്സിജനാണ്. റെസ്റ്റ് 1% ഇനേർട്ട് ഗ്യാസസ് ആയിട്ടുള്ള ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, ഹീലിയം ഇങ്ങനെയുള്ള ഗ്യാസസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് നൈട്രോജൻ 78%, ഓക്സിജൻ 21%, അല്ലേ? അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിനെ ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാം. നൈട്രോജൻ 70% ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ആണ്. ദെൻ നിയോൺ, ഹീലിയം, മീഥേൻ, ക്രിപ്റ്റോൺ, ഹൈഡ്രോജൻ എന്ന് പറയുന്ന വാട്ടർ വേപ്പറൊക്കെയും അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ട്രോപ്പോസ്ഫിയറിൽ ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ഏതാണുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഫസ്റ്റ് ലെയർ. എർത്തിനോട് ചേർന്ന് നിൽക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വരുന്നത് എർത്ത് സർഫസ് 0 ആണെങ്കിൽ ഇതുവരെയല്ലേ വരുന്ന ട്രോപ്പോസ്ഫിയർ, ഇത് 12 ആയിരിക്കും. 0 മുതൽ 12 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ 12 to 12. അപ്പോൾ ഇവിടുന്ന് 10 കഴിഞ്ഞാൽ 0 to 12 ആണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഇടയിൽ വരുന്നതാണ് ട്രോപ്പോപോസ്. ദെൻ വരുന്ന സ്ട്രാറ്റോസ്ഫിയർ ആണ് 12 to 50 കിലോമീറ്റേഴ്സ്. ഇത് 12 ലെവലാണെങ്കിൽ 12 മുതൽ 50 എന്ന് പറയുന്ന ഹൈറ്റ് വരെ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ കാണാം. ദെൻ മീസോസ്ഫിയർ 50 to 80, 80 to 600. തെർമോസ്ഫിയർ ഗ്രേറ്റർ ദാൻ 600 കിലോമീറ്ററിലാണ് എക്സോസ്ഫിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് അറിയാം. ആ ട്രോപ്പോസ്ഫിയറിൽ വരുന്ന ഗ്യാസസിൻ്റെ കോമ്പോസിഷനാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നൗ ഇത് ഒന്ന് അറിഞ്ഞു വെക്കണം. ട്രോപ്പോസ്ഫിയർ 0 to 12 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇനി ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ ചേഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരം കൂടുന്തോറും അവിടുത്തെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. ട്രോപ്പോസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്? 0 എന്ന് പറയുന്നത് നമ്മുടെ മീൻ സീ ലെവലാണ്. മീൻ സീ ലെവലിൽ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ ഇവിടേക്ക് ഒരു നോർമൽ ടെമ്പറേച്ചർ ഇല്ലേ, നമുക്കിപ്പോൾ ഒരു 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നൊക്കെ പറയുന്ന പല സീസൺസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. പക്ഷേ ഉയരം കൂടുന്തോറും എവറസ്റ്റിൻ്റെ ഒക്കെ ഹൈറ്റ് എത്തി, അവിടേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കുറഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്കൊക്കെ എത്തി ഒരു 12 കിലോമീറ്റർ എവറസ്റ്റ് എന്ന് പറയുമ്പോൾ 8845 മീറ്ററാണ്, അതായത് 8 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വരും. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഒരു 12 കിലോമീറ്ററോളം ട്രോപ്പോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോപോസ് വരെ, അല്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ ഉയരം കൂടുന്നതോടെ ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ളതാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത. അവിടുത്തെ വെതർ, ക്ലൗഡ്, ലൈഫ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്, അല്ലേ? അവിടുത്തെ വെതർ ചേഞ്ചസിന് കാരണം നമ്മുടെ ട്രോപ്പോസ്ഫിയറാണ്. ക്ലൗഡ് ഉണ്ട് അവിടെ, ഡെൻസസ്റ്റ് എയർ ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ കീ ഫീച്ചറായിട്ട് പറയേണ്ടത്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ 12 to 50 കിലോമീറ്ററിൽ ഓൾട്ടിറ്റ്യൂഡ്. അവിടുത്തെ പ്രത്യേകത റിവേഴ്സ് ആണ് വരിക. അവിടെ എന്താണ്, ഉയരം കൂടുതലും സ്ട്രാറ്റോസ്ഫിയറിൽ
ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ഓസോൺ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓസോൺ ലെയർ കുറച്ച് മുകളിലായിട്ടാണുള്ളത്. അപ്പോൾ അവിടെ എല്ലാ ഗ്യാസസിനെ ടാപ്പ് ചെയ്തിട്ട് അവിടെ ഹീറ്റ് റിട്ടൻഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓസോൺ ലെയറിൻ്റെ കാരണമാണ് അവിടെ ടെമ്പറേച്ചർ ഉയരം കൂടുന്തോറും ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. ഇനി മീസോസ്ഫിയർ അടുത്ത ലെയറാണ്. ഇവിടെ ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണോ ടെമ്പറേച്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും മീസോസ്ഫിയറിൽ വരുന്നത്. അപ്പോൾ അത് കോൾഡസ്റ്റ് ലെയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മീറ്റേഴ്സൊക്കെ അവിടെയാണ്, ഉൽക്കൊക്കെ അവിടെ വന്നിട്ടാണ് ബേൺ ചെയ്തിട്ട് കത്തി നശിച്ചു പോകുന്നത്. തെർമോസ്ഫിയർ എക്സോസ്ഫിയറിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഇവിടെ കണ്ടോ, ഈ സെക്കൻഡ് ലെയറിൽ ഉണ്ടായ അതേ ഒരു വ്യതിയാനം തന്നെയായിരിക്കും തെർമോസ്ഫിയറിൽ വരിക. ദെൻ എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഔട്ടർ സ്പേസ് ആയിട്ട് മാറുന്ന ഒരു ലെയർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ആണുള്ളത്. എക്സോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ആണ്. അപ്പോൾ സ്പേസിലേക്കുള്ള ട്രാൻസിഷൻ പോലെയാണ് നമുക്ക് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് വരിക. അവിടെ സാറ്റലൈറ്റ് വരുന്നത് അവിടെയാണ്. സാറ്റലൈറ്റ്സിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ അവിടെയായിരിക്കും വരിക കേട്ടോ. ഓക്കെ, നൗ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു ഇത് ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ലെയറിലും ഇത് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വാം എയർ, നമ്മുടെ ഇവിടുത്തെ വാം എയർ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് മേളിലെത്തുമ്പോൾ അത് ആ എയർ എക്സ്പാൻഡ് ആവുന്നത് കൊണ്ടാണ് അത് കൂളാവുന്നതാണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വെൻ ദ പാർസൽ ഓഫ് വാം എയർ മൂവ്സ് അപ്വേർഡ്സ്, അപ്പോൾ എയർ പ്രഷർ കാരണം അത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് മേളിലെത്തുമ്പോൾ കൂൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൽ താഴെ വാമർ എയറും മേളിൽ കൂൾ എയറുമാണെന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ നമുക്കൊന്നുമില്ല. അവിടെ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കൂടാൻ കാരണം ഓസോൺ ലെയർ ഉണ്ട്. അവിടെ ഓസോൺ മോളിക്യൂൾസ് ഹൈ എനർജി അൾട്രാവയലറ്റ് റേസിനെ ടാപ്പ് ചെയ്യുകയും അതിനെ ഹീറ്റായിട്ട് മാറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, മീസോസ്ഫിയറിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്യാസസ് ഒന്നും ഇല്ല. മീസോസ്ഫിയറിലൊക്കെ എത്തുന്നവരും നമ്മൾ പറഞ്ഞില്ലേ, മുകളിൽ ട്രോപ്പോസ്ഫിയറിൽ മാത്രമേ ഗ്യാസസ് ഉള്ളൂ. മേലേക്ക് പോകുന്നവരും ഗ്യാസസ് ഒന്നുമില്ല. മീസോസ്ഫിയറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാസസ് ഒന്നുമില്ല. ഗ്യാസസ് ആണ് ഈ ഇൻസുലേഷൻസ് അല്ലെങ്കിൽ എർത്തിൻ്റെ റേഡിയേഷൻസിനെ ക്യാച്ച് ചെയ്തിട്ട് അവിടുത്തെ ഹീറ്റിനെ റിട്ടേൺ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മീസോസ്ഫിയറിൽ ഗ്യാസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഒന്നും ഇല്ലാത്തത്. ദർ ആർ ഓൺലി ഫ്യൂ ഗ്യാസ് മോളിക്യൂൾസ്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും തണുത്തുറഞ്ഞ ലെയറായിട്ട് അതിനെ അറിയപ്പെടുന്നത്. -90° ഒക്കെ ആയിരിക്കും. ഓക്കെ, നൗ തെർമോസ്ഫിയർ ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന അവിടുത്തെ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് വെരി ലോ ആണ്. ഓക്കെ, നൗ അവിടുത്തെ കണ്ടീഷൻ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. കാരണം സൂര്യനായിട്ട് സണ്ണായിട്ട് അടുത്ത് വരുന്ന ലെയർ അല്ലേ, അപ്പോൾ ആ രീതിയിലായിരിക്കും. ഇൻക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. ഇനി അത് കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിനെ പറ്റിയൊരു ഷോർട്ട് നോട്ടായിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയർ കാരണമാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായുവൊക്കെ ട്രോപ്പോസ്ഫിയറാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അവിടെയാണ് ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ എല്ലാ ഗ്യാസസും അവിടെയാണുള്ളത് അല്ലേ. ബാക്കിയുള്ള ലെയറിൽ കൂടിയിട്ട് 25% ഉള്ളൂ ഈ സ്ട്രാറ്റോസ്ഫിയറിലും മീസോസ്ഫിയറിലും എല്ലാം ചേർത്തിട്ട്. പക്ഷേ ട്രോപ്പോസ്ഫിയറിൽ 75% ഓഫ് ദി ഗ്യാസസും ട്രോപ്പോസ്ഫിയറിലാണ്. അതിൽ തന്നെയാണ് ഈ മെയിൻ ഗ്യാസ് ആയിട്ടുള്ള നൈട്രോജൻ, ഓക്സിജൻ, നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ് നൈട്രോജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അവിടെയാണുള്ളത്. അതുപോലെ വാട്ടർ വേപ്പറൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. ഓക്കെ, നൗ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പും കൂടി പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് ചോദിക്കാവുന്നത് വെതർ ക്ലൈമറ്റിൻ്റെ കമ്പാരിസൺ, എക്സ്പ്ലനേഷൻ, മെറ്റീരിയോളജി ആൻഡ് ക്ലൈമറ്റോളജി, ദെൻ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കവർ ചെയ്യാം കേട്ടോ.